ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. സുപ്രീം കോടതിയുടേതാണ് നടപടി. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഉമർ ഖാലിദ് അടക്കമുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, വിശദാംശങ്ങൾ. ഉമർ ഖാലിദ് അടക്കം മറ്റ് 4 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഉമർ ഖാലിദിന്റെ അഭിഭാഷകനായ കപിൽ സിബലിന്റെ അസൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ കോടതിയുടെ ആ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഈ ഹർജികളിൽ വാദം കേൾക്കാമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഡൽഹി ഹൈക്കോടതിയായിരുന്നു ഉമർ ഖാലിദ് അടക്കമുള്ള 5 പേരുടെ ജാമ്യം അപേക്ഷ തള്ളിയത്. കാരണം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഇതിനെതിരെയാണ് ഉമർ ഖാലിദ് അടക്കമുള്ളവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ഈ മാസം 12-ന് ഈ ഹർജി ആദ്യം പരിഗണനയ്ക്ക് വന്നെങ്കിലും സപ്ലിമെന്ററി ലിസ്റ്റിൽ വൈകിയാണ് ഈ കേസ് വന്നതെന്ന് കോടതി വ്യക്തമാക്കുകയും പിന്നീട് 19, അതായത് ഇന്നത്തേക്ക് മാറ്റുകയുമായിരുന്നു. എന്തായാലും ഇന്ന് കപിൽ സിബലിന്റെ അസൗകര്യം പരിഗണിച്ചാണ് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.